ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസ് ആശംസകളെ നേരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകമെമ്പാടും കൊണ്ടാടുന്ന ഈ അവസരത്തിൽ തിരുവചനത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില തിരുവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ആചാരം പാരമ്പര്യം അനുസരിച്ച് നാം ക്രിസ്തുമസ് ഡിസംബർ 25 കൊണ്ടാടുമ്പോൾ തന്നെ ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിലും മറ്റ് ചില മാസങ്ങളിലാണ് അവർ ക്രിസ്തുമസ് കൊണ്ടാടുന്നത്. ഇതിന് കാരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചോ മാസത്തെക്കുറിച്ചോ ഒന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. എങ്കിലും കാത്തലിക് ചർച്ചിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഡിസംബർ 25 കർത്താവിൻ്റെ ജനനമായി കൊണ്ടാടുന്നത് സംബന്ധിച്ച് മറ്റു പല മതവിഭാഗങ്ങളും ആ പാരമ്പര്യത്തെ തന്നെ സ്വാംശീകരിച്ച് ഈ ദിവസത്തെ ക്രിസ്തുമസ് ദിനമായി അഥവാ കർത്താവിൻ്റെ ജന്മദിവസമായി കൊണ്ടാടാറുണ്ട്. സ്നേഹം, പങ്കുവെക്കൽ, അതുപോലെ പ്രത്യാശ, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സന്തോഷത്തിൻ്റെ സുദിനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിവസം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൽ നാം മറന്നു പോകരുതാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് യേശുവിൻ്റെ അമ്മയായ മറിയ. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ, സകല തലമുറകളും ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അഥവാ 1-ാമത്തെ പുസ്തകത്തിൽ തന്നെ ഏദനിൽ പാപം ചെയ്ത മനുഷ്യനോട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ പേര് പറയാതെ തന്നെ യേശുവിൻ്റെ അമ്മ മറിയയെ അവിടെ പരാമർശിക്കുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ അമ്മയായ മറിയ എന്ന കന്യക ഒരിക്കലും തിരിച്ചറിഞ്ഞു കാണുകയില്ല തോറായിൽ അഥവാ പഞ്ചഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ സന്തതി എന്ന പ്രവചനം അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തന്നെക്കുറിച്ചായിരിക്കണമെന്ന്. മറിയയുടെ സമർപ്പണം, കർത്താവിൻ്റെ അമ്മയുടെ സമർപ്പണം, അത് ഏറ്റവും വലുതായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് എഴുതപ്പെട്ടത് വെച്ചാൽ ഏതാണ്ട് 14 വയസ്സുള്ള ഒരു കന്യക, അവളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ ഒരിക്കലും തനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ദൈവിക ദൂതിനെ, അതിൻ്റെ സാരാംശത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ തിരിച്ചറിയുവാനോ കഴിയാതിരിക്കുമ്പോഴും ഈ ദൂത് ദൈവത്താൽ വന്നതെന്നും തന്നോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനാണെന്നും തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ഹൃദയത്തിൽ നുരച്ച് ഉയരുന്ന സംശയത്തെയും ഭയത്തെയും ഉത്കണ്ഠയെയും എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് തന്നോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മുറുകെ പിടിക്കുന്ന മറിയ. ഇത് വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം മുതൽ 38-ാം വാക്യം വരെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ അമ്മയുടെ സമർപ്പണത്തെ അവിടെ പ്രകീർത്തിക്കുന്നുണ്ട്. തിടുക്കത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവിക പ്രത്യക്ഷത, ഒരു ഡിവൈൻ എൻകൗണ്ടർ. ഒരിക്കലും അങ്ങനെ ഒരു ദൂതന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി താൻ ഒരുക്കപ്പെട്ടവളല്ല. എന്നാൽ ഉൾമുറിയിൽ വെളിപ്പെട്ട ദൈവദൂതന്റെ അപ്രത്യക്ഷതയും തന്നിൽ നിന്ന് കേൾക്കുന്ന, ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവശബ്ദവും, അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എൻ്റെ മേൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയ ദൈവിക നിയോഗത്തിന് വേണ്ടി കർത്താവിൻ്റെ അമ്മയായ മറിയ മുഴങ്കാൽ മടക്കുമ്പോൾ
കരങ്ങൾ ഉയർത്തുമ്പോൾ അതിന് പിൻപിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ കാലസമ്പൂർണതയിലെ തൻ്റെ പുത്രൻ്റെ വെളിപ്പെടുത്തൽ അതിന് തിരശ്ശീല നിവരുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ലൂക്കോസ് അതിനെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് പിൻപിൽ അഗാധവും തികഞ്ഞ ഭക്തിയുടെ ആ നിറവിൽ നിന്ന്, അല്ലെങ്കിൽ തികഞ്ഞ ദൈവിക അനുസരണത്തിൻ്റെ നിറവിൽ നിന്ന് ഒരു പെൺകുട്ടി ഇരുകരങ്ങളും നീട്ടി തൻ്റെ ഭാവി എന്തെന്ന് പോലും അറിയാതെ, അടുത്തതിനി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഏൽപ്പിച്ചു കൊടുത്ത ആഴത്തിലുള്ള അഗാധമായ ഒരു സമർപ്പണമുണ്ട്. ഞാൻ ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആ ഭാഗങ്ങളിൽ കാണുന്നത് കർത്താവിൻ്റെ അമ്മയുടെ സമർപ്പണമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ കർത്താവിൻ്റെ അമ്മയുടെ ആ സമർപ്പണത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. തൻ്റെ ഹൃദയത്തിൽ നുരഞ്ഞു വന്ന ഒത്തിരി സംശയങ്ങൾക്കപ്പുറത്ത് താൻ വിവാഹ നിശ്ചയം ചെയ്ത ജോസഫ് എന്നൊരു പുരുഷൻ ഇരിക്കെ, ജോസഫിലല്ല, മറിച്ച് മറ്റൊരു ദൈവിക ഇടപെടലിനാൽ തനിക്ക് ജനിക്കുവാൻ പോകുന്ന ഒരു പുത്രനെ കുറിച്ചുള്ള ആ ദൈവിക അരുളപ്പാടിനെ സംശയലേശമന്യേ ഇത് ദൈവത്തിന് ഹിതമെങ്കിൽ അതെൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന മറിയയുടെ സമർപ്പണം. ഇനി ഇതേ അധ്യായങ്ങളിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്, മറിയയുടെ അതേ സമർപ്പണമുള്ളൊരു ജോസഫ്. ഈ പഴയ നിയമത്തിലൊരു ജോസഫ് ഉണ്ട്, പുതിയ നിയമത്തിലും ഒരു ജോസഫ് ഉണ്ട്. ഇവർ രണ്ടുപേരും ദൈവത്തോട് വിശ്വസ്തരാണ്. പുതിയ നിയമത്തിൽ ജോസഫിന്റെ അനുസരണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, ജോസഫ് ഉറക്കമുണർന്നു കർത്താവ് അരുളി ചെയ്തതുപോലെ പ്രവർത്തിക്കുക. ഈ ജോസഫിനെ കുറിച്ച് അവിടെ പറയുന്ന ചില പ്രത്യേകതകളുണ്ട്. ജോസഫ് നീതിമാനായിരുന്നു. ആ നീതിമാൻ എന്നുള്ള പദത്തിനകത്ത് തന്നെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. മറിയോട് ഇടപെടുന്ന ഗബ്രിയേൽ മാലാഖ ചില മാസങ്ങൾക്ക് ശേഷമാണ് ജോസഫിന്റെ ഉൾമുറിയിൽ കടന്നു ചെന്ന് തന്നോട് ഇടപെടുന്നത്. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന കന്യക ഗർഭവതിയാണെന്നറിയുമ്പോൾ ന്യായപ്രമാണപ്രകാരം മറിയയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ജോസഫ് മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതിയിടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ജോസഫ് ഇപ്രകാരം ചിന്തിക്കുന്നു: ദേശത്ത് നിന്ന് ആരും അറിയാതെ ഒളിച്ചോടുക. അങ്ങനെ ദേശത്ത് നിന്ന് ജോസഫ് വിട്ടുനിൽക്കുമ്പോൾ മറിയയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് ഉള്ള ചോദ്യത്തിന് തിരശ്ശീല വീഴും. ഇതിന് പിമ്പിൽ ജോസഫ് തന്നെയാണ് എന്ന് നാട്ടുകാർ കരുതും. ജോസഫ് അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ഗൂഢമായി ഉപേക്ഷിപ്പാൻ പദ്ധതിയിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു വേള താൻ ഇങ്ങനെ കരുതി കാണും, അവൾ ജീവിച്ചു കൊള്ളട്ടെ, അവളുടെ നേരെ ന്യായപ്രമാണത്തിന്റെ ഒരു കല്ലുപോലും പതിപ്പാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ദേശം വിട്ടുപോയി കളയാം. ഇങ്ങനെ ദേശം വിട്ടുപോയി കളയാം എന്നൊക്കെ ചിന്തിച്ച് മനോഭാരത്തിലിരിക്കുന്ന പല കാര്യങ്ങൾ, പല മനോഗതങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഈ ജോസഫിന്റെ അടുക്കൽ തൻ്റെ ചിന്തകളുടെ ക്ലൈമാക്സുകളെല്ലാം തിരിച്ചുകൊണ്ട് ദൂതൻ വെളിപ്പെടുക. ഒരു മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാക്കി അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത കാര്യം
ദൂതന്റെ ഏതാനും ചില വാക്കുകളിൽ നീതിമാനായ ജോസഫ് തിരിച്ചറിയുക. ദൂതൻ പറയുന്നു, ദാവീദിന്റെ മകനായ ജോസഫേ, നീ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന ശിശു അത് പരിശുദ്ധാത്മാവിനാൽ അത്രേ. അതിനെ പറഞ്ഞ് ജോസഫ് ഉറക്കമുണർന്നു. അവൻ ദൂതൻ അരുളി ചെയ്തതുപോലെ ചെയ്തു. പ്രൈസ് ഗോഡ്. അപ്പൊ ദർശനങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വാല്യൂ കൊടുക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ, താൻ കണ്ടതൊരു പേക്കിനാവാണെന്ന് അവന് തോന്നിയില്ല, മറിച്ച് ഒരു ദൂതന്റെ പ്രത്യക്ഷതയാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തെ അനുസരിക്കുവാൻ ചുവടുവെക്കുന്ന ഒരു ജോസഫിന്റെ സമർപ്പണം. ഇപ്പൊ ഒരു മറിയയുടെ അനുസരണം, സമർപ്പണം, അതോടൊപ്പം തന്നെ ഒരു ശങ്കകളുമില്ലാതെ ഒരു ദൈവശബ്ദത്തിന് മുമ്പിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജോസഫിന്റെ അനുസരണം, സമർപ്പണം, ഇതൊക്കെ നമുക്കും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ധ്യാനിക്കാം, ചിന്തിക്കാം. ഇപ്പൊ ബുദ്ധിക്ക് നിരക്കാത്തതും ദൈവികവുമായ ചില ഇടപെടലുകൾക്ക് അതിനെ ശിരസാവഹിച്ചുകൊണ്ട് രണ്ടുപേർ തങ്ങളിൽ കരം കൊടുത്തപ്പോൾ അതിന് നടുവിൽ വെച്ച് ആദ്യ പുസ്തകത്തിൽ എഴുതിക്കപ്പെട്ട സ്ത്രീയുടെ സന്തതി മനുഷ്യകുലത്തിന് വേണ്ടി പിറവിയെടുക്കുക. പ്രൈസ് ഗോഡ്. എത്ര സന്തോഷദായകമായ അനുഭവമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യ അധ്യായങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ പലതും കാത്തലിക് ചർച്ചിന്റെ ട്രഡീഷൻസ് അനുസരിച്ച് വന്നതാണെന്നും ഞാൻ ഓർപ്പിക്കുവാനിടയായി തീർന്നു. തിരുവചനത്തോളം തന്നെ പാരമ്പര്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സഭയാണ് കാത്തലിക് ചർച്ച്. പിതാക്കന്മാരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പാരമ്പര്യങ്ങൾക്ക് ദൈവവചനത്തോളം തന്നെ പ്രാധാന്യമുണ്ടെന്ന് അവരെഴുതി വെച്ചതുകൊണ്ട് പലപ്പോഴും തിരുവചനത്തിലെ പല സത്യങ്ങളും നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചത് അവരാണെങ്കിലും ആ സത്യങ്ങൾ നിലനിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ജനനത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് 2:7 ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്: വഴിയമ്പലത്തിൽ സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൾ തൻ്റെ ഏകജാതന് ജന്മം കൊടുത്തു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. യേശു പുൽക്കൂട്ടിൽ ജനിച്ചുവെന്ന് ദൈവവചനം പറയുന്നില്ല. യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചെന്നും ദൈവവചനം പറയുന്നില്ല. കാരണം യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചിട്ടില്ല, യേശു പുൽക്കൂട്ടിൽ പിറന്നിട്ടുമില്ല. പക്ഷേ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായ്ക കൊണ്ട് യേശുവിനെ കാലികൾ പുല്ല് തിന്നുന്ന ആ പുൽത്തൊട്ടിയിൽ ശീലകൾ വിരിച്ച് അതിൽ കിടത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കാലികൾ പുല്ല് തിന്നുന്ന പുൽത്തൊട്ടിക്ക് അകത്ത് ശീലകൾ ഇട്ട് അതിൽ യേശുവിനെ ശീലകൾ ചുറ്റി കിടത്തി എന്നുള്ളൊരു വാക്യത്തെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്: യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചു. ഒരിക്കലും ദൈവത്തിന്റെ തിരുവചനം അങ്ങനെ പറയുന്നില്ല. ഇത്തരണത്തിൽ ക്രിസ്തുമസിൽ നമ്മൾ കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ, ഈ കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും ക്രിസ്തുമസ് അതിനെ ആഘോഷിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം. പലപ്പോഴും ആ ക്രിസ്തുമസിന്റെ സന്ദേശം എന്താണെന്ന് ഉൾക്കൊണ്ട് അതിനെ ആഘോഷിക്കുന്ന ഒരു ചുരുക്കമാണ്. ഇവിടെ
ക്രിസ്തുമസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുക. അതിലൊന്നാണ് ഞാൻ ഓർപ്പിച്ചത്, യേശു പുൽക്കൂട്ടിൽ ജനിച്ചിട്ടില്ല, മറിച്ച് പുൽത്തൊട്ടിയിൽ യേശുവിനെ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ദൂതന്മാരും ആട്ടിടയന്മാരോട് പറഞ്ഞത് ഇതാണ്: ശീലകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. രണ്ടാമത്തേതാണ് ലൂക്കോസിന്റെ വിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് രാത്രി ആടിനെ മേയ്ക്കുന്ന ഇടയന്മാർ വെളിമ്പ്രദേശത്ത് രാത്രി കാവൽ കാത്തുകൊണ്ടിരുന്നു. ഡിസംബർ എന്ന് പറയുന്ന മഞ്ഞുവീഴ്ചയുടെ സമയങ്ങളാണ്. ഇസ്രയേലിലൊക്കെ വളരെ ശക്തമായ മഞ്ഞുവീഴ്ചയുടെ കാലഘട്ടമാണ്. രാത്രി സമയങ്ങളിൽ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. ആ സമയങ്ങളിൽ ഒരിക്കലും ആടുകളെ വെളിമ്പ്രദേശത്ത് അവർ സൂക്ഷിക്കാറുമില്ല. മറിച്ച് മേൽക്കൂരയുള്ള തൊഴുത്തുകളിൽ മാത്രമേ ആടുകളെ അവർ സംരക്ഷിക്കാറുള്ളൂ. അത്രത്തോളം ഹിമപാതമുള്ള മാസങ്ങളാണ്. എന്നാൽ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് ലൂക്കോസ് 2:8 പറയുന്നത്, ആ കാലത്ത് ഇടയന്മാർ ആടിനെ കാത്തുകൊണ്ട് വെളിമ്പ്രദേശത്തുണ്ടായിരുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം ഡിസംബറിലല്ല, മറിച്ച് ഒരു സമ്മർ സീസണിലാണ് കർത്താവ് ജനിച്ചത്. അതെ, കർത്താവിന്റെ ജനനം ഒരു വേനൽക്കാലത്തായിരുന്നു. ഇനി വീണ്ടും മത്തായിലേക്ക് നമ്മൾ വരും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈ വിദ്വാൻമാർ വന്നതിനെ കുറിച്ചും എന്തൊക്കെയോ ചില ദൈവവചനത്തിൽ ഇല്ലാത്ത തിരിച്ചറിവുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നാം ചിന്തിക്കുന്ന പലപ്പോഴും 3 വിദ്വാൻമാർ വന്നെന്ന, അങ്ങനെയൊക്കെ ചില മലയാളം പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. രാജാക്കന്മാർ 3 അണഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ 3 പേരല്ല വന്നത്. വചനം പറയുന്നു, അവരുടെ വരവിങ്കൽ യെരൂശലേം ഭ്രമിച്ചു. പറഞ്ഞതിൻ്റെ അർത്ഥം 100 കണക്കിന് ആളുകളാണ് ഒന്നിച്ചു വന്നത്. അന്നത്തെ കാലത്തൊക്കെ കിഴക്കൻ രാജ്യത്ത് നിന്ന് പുറപ്പെട്ട ആ രാജാക്കന്മാർ ബഹുസമ്പത്തോടും ആൾക്കൂട്ടത്തോടും ഒക്കെ കൂടെയാണ് വർഷങ്ങൾ യാത്ര ചെയ്ത് കർത്താവിനെ കാണാൻ വരുന്നത്. ഈ യേശു കർത്താവിനെ കാണാൻ ഇവർ വരുന്നത് തന്നെ കർത്താവിന് 2 വയസ്സുള്ള സമയത്താണ്. അന്ന് കർത്താവ് ബേത്ലഹേമിലല്ല, മറിച്ച് കർത്താവ് നസ്രത്തിലുള്ള വീട്ടിലാണ്. കർത്താവിനെ അവർ പുൽക്കൂട്ടിൽ വന്ന് കണ്ടുമില്ല, ബേത്ലഹേമിലും വന്ന് കണ്ടില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം 8-ാം ദിവസം തന്നെ പരിച്ഛേദന ഏൽപ്പിക്കുവാൻ യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം 8-ാം ദിവസം യെരൂശലേം ദൈവാലയത്തിൽ വെച്ച് തൻ്റെ പരിച്ഛേദനാകാലമായതുകൊണ്ട് ശിശുവായ യേശുവിനെ പരിച്ഛേദന കഴിപ്പിച്ചിട്ട് നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ഇനിയും കർത്താവായ യേശുക്രിസ്തു ജനിച്ച അന്ന് തനിക്ക് വേണ്ടിയുള്ള നക്ഷത്രത്തെ കണ്ടിട്ട് വിദ്വാൻമാർ ഇറങ്ങി പുറപ്പെട്ട കാര്യം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ആ വിദ്വാൻമാർ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന്, കിഴക്കേ രാജ്യത്തിൽ നിന്ന് ഏതാണ്ട് 2 വർഷമെടുത്താണ് കർത്താവിനെ കാണേണ്ടതിന് നസ്രത്തിലേക്ക് വരുന്നത്. ഈ ഭാഗം വ്യക്തമായി ദൈവത്തിന്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഹെരോദാവിന്റെ അടുക്കൽ ചെന്നു. യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു. ഏതാണ്ട് 56-ൽ പരം വയസ്സ് പ്രായമുള്ള ഹെരോദാവ് വിദ്വാൻമാരുടെ ചോദ്യം കേട്ട് അമ്പരന്നു. ചരിത്രപ്രകാരം 50-ന്മേൽ പ്രായമുള്ള ഹെരോദാവ് രാജത്വത്തിലേറി. എന്നാൽ
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ ഹെരോദാവ് പതറി. തനിക്ക് പകരക്കാരനായി തൻ്റെ സിംഹാസനത്തെ അട്ടിമറിക്കുവാൻ ഏതോ ഒരുത്തൻ പിറന്നിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ ഹെരോദാവ് വിദ്വാൻമാരോട് അവർ ശിശുവിൻ്റെ നക്ഷത്രം കണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ട നാൾ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരിൽ നിന്ന് 2 വർഷം മുമ്പാണ് അവർ ശിശുവിൻ്റെ നക്ഷത്രം കണ്ടതെന്നും അന്ന് പുറപ്പെട്ടവർ 2 വർഷത്തിന് ശേഷം ബേത്ലഹേമിൽ എത്തിച്ചേർന്നുവെന്നും അല്ലെങ്കിൽ ഇസ്രയേലിൽ എത്തിച്ചേർന്നുവെന്നും ഹെരോദാവ് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിനും ശിശു ആരെന്നറിയാത്തത് കൊണ്ട് വിദ്വാൻമാരോട്, അഥവാ മാഗീസിനോട്, ഈ വിദ്വാൻമാരെന്നുള്ളതിന് മാഗീസ് എന്നാണ് മൂലഭാഷയിൽ പറയുന്നത്. മാഗീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മന്ത്രവാദികളെന്നാണ്. അപ്പൊ അവരോട് ചോദിച്ചറിഞ്ഞു, കാലക്കണക്കറിഞ്ഞു. അതിനുശേഷം നിങ്ങൾ പോയി അവനെ കണ്ട് നമസ്കരിച്ചിട്ട് വരിക, ഞാനും പോയി അവനെ നമസ്കരിക്കാം എന്നൊരു വ്യാജ വാഗ്ദത്വമൊക്കെ അദ്ദേഹം കൊടുത്തു. എന്നാൽ വിദ്വാൻമാർക്ക് സ്വപ്നത്തിൽ ദൂതന്മാരുടെ അരുളപ്പാടുണ്ടായി. അവർ മറ്റൊരു വഴിയായി തിരികെ മടങ്ങിപ്പോയി. അങ്ങനെ തിരികെ മടങ്ങിപ്പോയി വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് അറിയുന്നു. വിദ്വാൻമാരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും അതിന് താഴെയുമുള്ള ശിശുക്കളെ കൊല്ലിക്കുന്നു. ഇങ്ങനെ വളരെ സംഭവബഹുലമായ ഒരു സംഭവം നടക്കുക. പ്രൈസ് ഗോഡ്. ഇതാണ് ദൈവവചനത്തിൻ്റെ ഇതിവൃത്തമായി കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നത്. ഇനി ഈ വിദ്വാൻമാർ പൊന്നും മൂരും കുന്തിരിക്കവും ഈ 3 കാഴ്ചവസ്തുക്കൾ കൊണ്ടുവന്നതിനെ ചൊല്ലിയാണ് ഇവർ 3 പേർ മാത്രമായി യേശുവിനെ കാണാൻ വന്നുവെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായത്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ വരവിങ്കൽ യെരൂശലേം മുഴുവൻ ഭ്രമിച്ചു എന്നുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 3 പേർ മാത്രമല്ല, അവരോടൊപ്പം അനേകർ ആ സംഘത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 100 കണക്കിന് ആളുകൾ ഒന്നിച്ച് യെരൂശലേം പട്ടണത്തിൽ ചെന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തിരക്കുമ്പോൾ പട്ടണം ഭ്രമിച്ചു എന്നാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. ഹെരോദാവ് അതിനെക്കുറിച്ച് അറിഞ്ഞു. പിന്നെ നാം കാണുന്നത് ജോസഫ് ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യേക അരുളപ്പാടിന് ഒത്തവണ്ണം ശിശുവായ 2 വയസ്സ് മാത്രം പ്രായമുള്ള യേശുവുമായി മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ഇവിടെ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം, ഈ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, ഓരോ സംഭവവികാസങ്ങൾക്ക് ശേഷമായി പരിശുദ്ധാത്മാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രവാചകൻ അരുളി ചെയ്ത അരുളപ്പാടിനൊത്തവണ്ണം സംഭവിക്കേണ്ടതിന് ഇതൊക്കെയും, അല്ലെങ്കിൽ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ഇതൊക്കെയും സംഭവിച്ചു. പ്രൈസ് ഗോഡ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടിനൊത്തവണ്ണമുള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതെ, യേശു കർത്താവ് ജനിക്കുന്നതിനോട് ബന്ധപ്പെട്ട് മറിയോട് ദൂതൻ ഇടപെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രവചനത്തിനൊത്തവണ്ണം ജോസഫിനോട് ദൈവം ഇടപെടുന്നു, പ്രവാചക ശബ്ദങ്ങൾക്കൊത്തവണ്ണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായ, ജനനം മുതലുണ്ടായ സകല കാര്യങ്ങളിലും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: അങ്ങനെ തിരുവെഴുത്തിന് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇതൊക്കെയും സംഭവിച്ചു. ഇവണ്ണം തന്നെ നമ്മുടെയും ജീവിതത്തിൽ നമ്മെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ദൈവിക ശബ്ദങ്ങൾക്കും ദൈവിക ആലോചനകൾക്കൊത്തവണ്ണം ഈ ദിവസങ്ങൾ സകല കാര്യങ്ങളും അതിൻ്റെ നടത്തിപ്പുകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ചിന്ന് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. കർത്താവേ, നല്ല ദൈവമേ,
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകരക്ഷകനായും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഞങ്ങൾക്ക് തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഒരു ദൈവശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിൻ്റെ അമ്മയായ മറിയയെ പോലെ, ജോസഫിനെ പോലെ ദൈവിക ദൂതുകൾക്ക് ഒത്തവണ്ണം ഞങ്ങളെ സമർപ്പിച്ച് സ്നേഹത്തിൻ്റെയും ആ പങ്കുവെക്കലിൻ്റെയും വലിയ പ്രത്യാശയുടെയും ആ ദൂതുകളെ മുറുകെ പിടിച്ച് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എല്ലാ ജനത്തോടൊത്തവണ്ണം ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന സകലരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.